നമുക്കൊരു ടേബിൾ നോക്കാം. ഓരോ ഓർഗാനിസത്തിൻ്റെയും ക്രോമസോം നമ്പർ എങ്ങനെയാണ് നോക്കാം. ഡിപ്ലോയിഡ് ആണോ, അതിൻ്റെ ഗാമെറ്റ് ഡിപ്ലോയിഡ് ബോഡി സെല്ലിൽ എത്രയാണ് ക്രോമസോം നമ്പർ, അതേസമയം അത് ഗാമെറ്റ് ആവുമ്പോൾ എത്രയാണ് അതിൻ്റെ ക്രോമസോം നമ്പർ. ഇതൊക്കെ അതിൻ്റെ ഡിപ്ലോയിഡ് പാരൻറ്റ് ബോഡിയിലുള്ള ക്രോമസോം നമ്പേഴ്സാണ്. ഇതൊക്കെ അത് ഗാമെറ്റായി വരുമ്പോൾ എത്രയാണ് അതിൻ്റെ ക്രോമസോം നമ്പർ എന്നാണ് പറയുന്നത്. ആദ്യത്തേത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് 46 നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് ഉള്ളത്. അതിൻ്റെ നോർമൽ ബോഡി സെൽസിൽ 46 നമ്പർ ഓഫ് ക്രോമസോമാണ് ഉള്ളത്. എന്നാൽ അതൊരു ഗാമെറ്റായിട്ട് മാറുമ്പോൾ, വെദർ അതൊരു മെയിൽ ഗാമെറ്റ് ആയിക്കോട്ടെ ഫീമെയിൽ ഗാമെറ്റ് ആയിക്കോട്ടെ, എന്ന് അത് ഗാമെറ്റായി മാറി വരുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ഹാഫാണ് വരുന്നുള്ളൂ. സോ 23 ആണ് അതിൻ്റെ ഗാമെറ്റായിട്ട് വരുന്നത്. സോ ഏതൊരു ഓർഗാനിസത്തിൻ്റെയും ക്രോമസോം നമ്പർ ഡിപ്ലോയിഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഹാഫായിട്ടാണ് അതിൻ്റെ ഗാമെറ്റായിട്ട് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു അറ്റ് ദ എൻഡ് ഓഫ് ദ മിയോസിസ് ആ സെറ്റിൽ ഒരു സെറ്റ് മാത്രമേ ഗാമെറ്റിലേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞു. ഹൗസ് ഫ്ലൈൻ്റെ നോക്കിയേ 12 ആണ് അതിൻ്റെ ക്രോമസോം നമ്പർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗാമെറ്റ് എന്ന് പറഞ്ഞാൽ എൻ കണ്ടീഷൻ എത്രയാണ് 6 ആണ്. അതേസമയം റാറ്റിൻ്റെ വന്നിട്ട് 42 ആണ്, അതിൻ്റെ ഗാമെറ്റ് 21 ആണ്. ഡോഗിൻ്റെ വന്നിട്ട് 78 ആണ്, ഗാമെറ്റ് വരുമ്പോൾ അത് 39 ആണ്. കാറ്റ് ആണെങ്കിൽ നോക്കിയേ 38 ആണ് ക്രോമസോം നമ്പർ ഡിപ്ലോയിഡ് കണ്ടീഷനിൽ, അതേസമയം ഗാമെറ്റ് ആയിട്ട് വരുമ്പോൾ അത് അതിൻ്റെ ഹാഫായി 99. ഫ്രൂട്ട് ഫ്ലൈ ഏറ്റവും കൂടുതൽ നമ്മുടെ ജെനറ്റിക്സിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ റിസർച്ച് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ് ഫ്രൂട്ട് ഫ്ലൈ അഥവാ ഡ്രോസോഫില്ല എന്ന് പറയും. അതിൻ്റെ ക്രോമസോം നമ്പർ നോക്കിയേ 8 ആണ്, വളരെ കുറവ് ക്രോമസോം നമ്പറേ ഉള്ളൂ. അതിൻ്റെ ഗാമെറ്റ് നോക്കിയേ വെറും അതിൻ്റെ ഹാഫേ ഉള്ളൂ 4. ഇനി ഒഫിയോഗ്ലോസം ഒരു ഫേൺ ആണത്. ആ ഫേണിൻ്റെ ക്രോമസോം നമ്പറൊക്കെ ഏറ്റവും കൂടുതലാണ് 1260, 1260 ആണ്. അതിൻ്റെ ഗാമെറ്റ് വരുമ്പോൾ നോക്കി അതിൻ്റെ പകുതിയേ ഉള്ളൂ 630, 630. ആപ്പിളിൻ്റെ ക്രോമസോം നമ്പർ നോക്കിയേ ഡിപ്ലോയിഡ് കണ്ടീഷനിൽ 34, ഗാമെറ്റ് വന്നിട്ട് 70. റൈസ് ആണെങ്കിൽ 24, ഗാമെറ്റ് 12. അതേസമയം മെയ്സ് ആണെങ്കിൽ 20 ആണ് ഡിപ്ലോയിഡ് കണ്ടീഷൻ, ഗാമെറ്റ് വരുമ്പോൾ 10. പൊട്ടാറ്റോ ആണെങ്കിൽ 48 ആണ് ഡിപ്ലോയിഡ് കണ്ടീഷൻ, ഗാമെറ്റ് വരുമ്പോൾ 24. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പറാണ്. ആ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ നമ്മൾ പറഞ്ഞു മിയോസിസ് നടക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലുകളുടെ പേരെന്താ, മിയോസൈറ്റ്സ് അല്ലെങ്കിൽ ഗാമെറ്റ് മദർ സെല്ലാണ്. ഈ ഗാമെറ്റ് മദർ സെല്ലുകളിൽ മിയോസിസ് അഥവാ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ടാണ് എന്താവണ ഹാപ്ലോയിഡ് നമ്പറിലുള്ള ക്രോമസോം കണ്ടീഷൻ അഥവാ N നമ്പറിലുള്ള ക്രോമസോം കണ്ടീഷൻസ് വരുന്നത്. ഇനി 2 എണ്ണം കൂടിയുണ്ട്. നമ്മുടെ ബട്ടർഫ്ലൈ നോക്കി 38 ആണ് അതിൻ്റെ ഡിപ്ലോയിഡ് കണ്ടീഷൻ. നമ്മൾ എവിടെയാണ് നടക്കുന്നത് പറഞ്ഞാൽ മിയോസൈറ്റ്സ് എന്താണ്, ഗാമെറ്റ് മദർ സെൽ 2N കണ്ടീഷൻ, ഡിപ്ലോയിഡ് പാരൻറ്റ് ബോഡിയുള്ള കണ്ടീഷൻ. അതിൻ്റെ ഗാമെറ്റ് അതിൻ്റെ പകുതിയായിട്ടാണ് വരുന്നത്. N കണ്ടീഷനിലാവുമ്പോൾ 190. അതേപോലെ നമ്മുടെ ഒനിയനിലാണെങ്കിൽ 32 ആണ് 2N കണ്ടീഷൻ, ഹാപ്ലോയിഡ് ഗാമെറ്റ് ആയിട്ട് വരുമ്പോൾ അത് 60 ആണ്. സോ ഇതിൽ ഓരോന്നും ഡിഫറൻ്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. എത്രയാണ് അതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ നമുക്ക് അടുത്തത് കിട്ടും. ഐദർ നമുക്ക് ഗാമെറ്റ് ഏതാണെന്ന് കിട്ടിയാൽ അതിൻ്റെ ഡബിളായിട്ട് പഠിക്കാം, അല്ല നമുക്ക് 2N കണ്ടീഷൻ ഏതാണെന്ന് ഏതെങ്കിലും ഒരെണ്ണം ഐദർ 2N കണ്ടീഷൻ എന്താണെന്ന് പഠിക്കുക അല്ലെങ്കിൽ N പഠിക്കുക. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ നമുക്ക് മറ്റേത് ഓട്ടോമാറ്റിക്കലി കിട്ടും.